രണ്ടാളുകൾ തമ്മിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 62% വോട്ടുകൾ നേടിയ ഒരു വ്യക്തി 1440 വോട്ടുകൾക്ക് വിജയിച്ചുവെങ്കിൽ ആകെ വോട്ടുകൾ എത്രയായിരുന്നു? ഓക്കെ, അപ്പം ഈ രണ്ടാളുകൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് 62% വോട്ട് കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരാൾക്ക് 62% വോട്ട് കിട്ടിയാൽ ബാക്കിയുള്ള 38% വോട്ടായിരിക്കും രണ്ടാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആദ്യത്തെ ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് 62% വോട്ട് കിട്ടിയാൽ രണ്ടാമന് ബാക്കിയുള്ള 38% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 62% വോട്ട് കിട്ടിയ ആള് 1440 വോട്ടുകൾക്ക് വിജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, 1440 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൂരിപക്ഷമാണ്, അല്ലാതെ അയാൾക്ക് 1440 വോട്ട് കിട്ടി എന്നല്ല അർത്ഥം. ശരിയല്ലേ? ഓക്കെ, എനിക്കറിയാം ഈ ജയിച്ച ആൾക്കും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കും തമ്മിൽ വോട്ട് കിട്ടിയ ശതമാനത്തിലെ വ്യത്യാസം. ഒരാൾക്ക് 62%, ഒരാൾക്ക് 38% അല്ലേ. ഇവർ തമ്മിൽ 24% വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് കിട്ടിയത് 62% വോട്ട്, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 38% വോട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ജയിച്ച ആൾക്ക് തോറ്റ ആളേക്കാൾ 24% വോട്ട് കൂടുതലുണ്ട്. ആണല്ലോ, എണ്ണത്തിൽ 1440 വോട്ടും കൂടുതലുണ്ട്. അപ്പൊ 24% വോട്ട് എന്ന് പറയുന്നത് 1440 വോട്ടുകൾക്ക് തുല്യമാണ്. ആകെ വോട്ടുകൾ കാണാൻ 100% എത്ര വോട്ടിന് തുല്യമാണെന്ന് നോക്കണം. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 100 × 1440 ഡിവൈഡഡ് ബൈ 24 എന്ന് കിട്ടും. മക്കളെ, നമുക്ക് 12 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 2 തവണയാണ്. 12 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 12 × 12 അല്ലേ 144. സോ 120 എന്ന് കിട്ടും. ഒന്നും കൂടെ വെട്ടുമ്പോൾ ഇത് 60 എന്ന് വരും. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. എത്ര കിട്ടി? 6000. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്ത രീതി ഒന്നുകൂടെ പറയട്ടെ. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ 500 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് 500 വോട്ട് കിട്ടിയെന്നല്ല, പകരം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളേക്കാൾ 500 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടിയെന്നാണ്. പറഞ്ഞ് മനസ്സിലായോ? എപ്പോഴും ഇലക്ഷന്റെ ഭൂരിപക്ഷമാണ് നമ്മൾ പറയുന്നത്. ഒരാൾ ഇവിടെ ഇയാൾ 1440 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 1440 വോട്ട് കിട്ടിയെന്നല്ല, 1440 വോട്ട് കൂടുതൽ കിട്ടിയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 62% വോട്ടുണ്ട്, രണ്ടാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിക്ക് 38% വോട്ടുണ്ട്. കാരണം ആകെ 100 ആണല്ലോ. ഇവർ തമ്മിൽ 24% വോട്ടിന്റെ വ്യത്യാസം. ഇവർ തമ്മിൽ 1440 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടെന്ന് ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 24% വോട്ട് 1440 വോട്ടാണ്. 100% വോട്ട് കണ്ടാൽ ആകെ വോട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LP-UP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുണ്ട്, 10th ലെവൽ 12th ലെവൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക് യു.